ഗൈസ്, എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫേഷ്യൽ തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേഷ്യലിൽ ആദ്യം നമ്മൾ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തൈരാണ് കേട്ടോ. നല്ല കട്ടി തൈര്, നല്ല കട്ട തൈര്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്യാനാണ് പോകുന്നത്. തൈര് വെച്ച് നമ്മൾ ക്ലെൻസ് ചെയ്യാനാണ് പോകുന്നത്. നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആവും. അത് റിമൂവ് ആയതിനു ശേഷം നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും, നാച്ചുറലായിട്ടൊരു ഗ്ലോ ഒക്കെ കിട്ടും. ഇപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നീതു ചേച്ചി, അതായത് കൊച്ചു പിള്ളേരായിട്ടോ, ഏകദേശം ഒരു 10ാം ക്ലാസ്സിലും +2 ഒക്കെ പഠിക്കുന്ന പിള്ളേർ ചോദിക്കുന്നുണ്ട്, നീതു ചേച്ചി എങ്ങനെയാണ് ഇതുപോലെ, എന്താ പഴയതുപോലെ അല്ലല്ലോ, കുറച്ചിപ്പോൾ കളറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല ഗൈസ്, ഞാൻ ക്രീമൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പൊടിക്കൈകളും, പിന്നെ അതുപോലെ തന്നെ ഇത് സെബോളി ഇപ്പോൾ 2 മാസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് എന്താ പറയണ്ടേ, മറ്റേതുണ്ടല്ലോ, വാസ്ലിൻ ഇടുമായിരുന്നു. തൈര് വെച്ച് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ടാൻ എല്ലാം റിമൂവ് ആവും. ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ടാൻ എല്ലാം റിമൂവ് ആവും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും നമ്മുടെ ഫേസിലോട്ട്, നല്ല രീതിയിൽ ഗ്ലോ ഒക്കെ ഉണ്ടാവും. നിങ്ങളിതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇത് തൈര് മാത്രം വെച്ച് ക്ലെൻസ് ചെയ്താൽ മതി. നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാകും കേട്ടോ. കരുവാളിപ്പൊക്കെ മാറി നമ്മുടെ ഫേസ് നല്ലൊരു ക്ലിയർ ആൻഡ് സോഫ്റ്റ് ആവും. ഇതിന് ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ തുടച്ച് കളയാം. ഒരു നല്ല നനഞ്ഞ തുണി വെച്ച് തുടച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാൻ തുടച്ച് കളയാനാണ് പോകുന്നത് ഒരു 10 മിനിറ്റ് ശേഷം. ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് തുടച്ച് കളയാം. ഗൈസ്, ഒരു 10 മിനിറ്റ് ആയിട്ട് ഞാൻ തുടച്ച് കളയാൻ പോവാണ് കേട്ടോ. നനഞ്ഞ തുടച്ച് നല്ലത് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് തൈര് എടുക്കുക, സൈഡിലോട്ട് ഒന്നിനെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം തക്കാളി നീര് ഇതിലോട്ട്, നീരില്ലാത്ത തക്കാളിയാണ് തോന്നുന്നത്, ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. തൈരും തക്കാളി നീരും കൂടെ മിക്സ് ചെയ്യുക. ഇതൊരു പാക്കാണ്, മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ശേഷം വാഷ് ചെയ്ത് കളയും, അല്ലെങ്കിൽ തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ ഇതൊരു പാക്കാണേ, ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് തുണി വെച്ച് തുടച്ച് കളയാം. അത് നമ്മുടെ സൺ ടാനൊക്കെ നല്ല രീതിയിൽ മാറി നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് നാച്ചുറലായിട്ടൊരു കെമിക്കലും ഇല്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ട്. ബ്യൂട്ടി പാർലറിലൊന്നും പോയി ഫേഷ്യൽ ചെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണിത്. ഇനി ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് തുടച്ച് മാറ്റാം. ശേഷം
തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ക്രബാണ് കേട്ടോ. ഒരു പീസ് തക്കാളി എടുക്കുക. ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇതിലോട്ട് കുറച്ച് തട്ടി കൊടുക്കുക. ആക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ തൈരിലോട്ട് ഇങ്ങനെ ആക്കി നമ്മുടെ ഫേസിലോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ തക്കാളിയും കോഫി പൗഡറും ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും പിന്നെ അതുപോലെ തന്നെ തൈരും കൂടെയാണ് നമ്മൾ വെച്ച് സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഈ തക്കാളിയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറഞ്ഞാക്കി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10-20 മിനിറ്റ് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആൻഡ് ഷൈനിങ് ആവും, സ്മൂത്തും ആവും കേട്ടോ. നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ അപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ടേ. ഇപ്പോൾ കണ്ട് സ്കിൻ നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കണ്ടില്ലേ. കുറച്ച് ലിപ്സ്റ്റിക് കൂടെ കൊടുക്കാം ഗൈസ്. കണ്ടില്ല, അത് ചെയ്തതിന് ശേഷം എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തൈര് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ. നമ്മുടെ ഫേസ് നല്ല സ്മൂത്തും ക്ലിയറും സോഫ്റ്റൊക്കെ ആവാൻ തൈര് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ക്ലെൻസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റമൊക്കെ നമ്മുടെ ഫേസിലുണ്ടാവും. നല്ല ക്ലിയറും സോഫ്റ്റൊക്കെ ആയി കിട്ടും. ഡാർക്ക്നെസ്സൊക്കെ മാറും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.